ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നഷാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേര യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12, 13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ myBharat.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR_News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്. ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് US പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20 ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആൻഡ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGov എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.